രാവിലത്തെ കലാപരിപാടികൾ ആരംഭിക്കാം. ദോശയും സാമ്പാറുമാണ് തിങ്കളാഴ്ച ശിവയ്ക്ക് കൊടുത്തത്. അതെ, ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. സാമ്പാറിൻ്റെ കറി മാത്രം എടുക്കുന്ന എത്ര പേരുണ്ട്? ശിവ അങ്ങനെയാണ് കേട്ടോ. അവൻ ഒരു കഷ്ണവും അതിലത്തെ കഴിക്കില്ല. സാമ്പാറിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുക. ഞാനെപ്പോഴും സാമ്പാറിൻ്റെ വെള്ളം എന്നേ പറയാറുള്ളൂ. അതിന് ശേഷം ഞാനും അമ്മയും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പട്ടുള്ളിക്ക് ദേ വല്യമ്മ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. ഓരോരോ കഥ പറഞ്ഞ് അമ്മ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അനിയത്തിയോടുള്ള സ്നേഹം. മാങ്ങാനാറിപ്പൂവ് എത്ര പേരുടെ വീട്ടിലുണ്ട്? വല്യമ്മയുടെ കൃഷിയാണ് കേട്ടോ ഇത്. അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മൂത്ത വല്യമ്മയുടെ വീട്ടിലേക്കാണ് പോണത്. ഇതാണ് എൻ്റെ മൂത്ത വല്യമ്മ. അവിടെ ആ നീല ടീഷർട്ട് ഇട്ടിരിക്കുന്നില്ലേ, ഷർട്ട് ഇട്ടിരിക്കുന്നില്ലേ, അതാണ് രാധ ചേച്ചി. പണ്ട് അമ്മമ്മ ഉള്ളപ്പോൾ അമ്മമ്മയുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന ചേച്ചിയാണ് കേട്ടോ. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് വല്യച്ഛനും ഞങ്ങളവിടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും ഏട്ടനും വന്നു. വല്യമ്മ നല്ല ചായയും അടയും തന്നു. ശേഷം ഇദ്ദേഹത്തിനെ കണ്ടു. അപ്പോൾ ഓക്കെ, ബൈ.